പലപ്പോഴും ജീവിതത്തിൽ നഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അറിയാതെ അത് നമ്മുടെ ഇടയിലേക്ക് വന്നു പോകുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കി തീർക്കും, പലപ്പോഴും നികത്താനാവാത്ത നഷ്ടങ്ങൾ. അതുകൊണ്ട് തന്നെ ഇന്ന് ചെയ്യരുതാത്ത 5 കാര്യങ്ങൾ എന്താണെന്നാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം അഹങ്കരിക്കരുത് എന്നുള്ളത് തന്നെയാണ്. ഞാൻ ഓർമ്മിക്കും ഈശ്വരൻ്റെ മഹാവാക്യത്തിൽ, അഹങ്കാരത്തിൻ്റെ പുഴു പിടിച്ചതായിരിക്കുന്ന പഴം ഭഗവാൻ പോലും സ്വീകരിക്കില്ല എന്ന് കേട്ടിട്ടുണ്ട്. ഒരാൾക്ക് എത്ര തന്നെ സവിശേഷതകളുണ്ടെങ്കിലും എന്തെല്ലാം ക്വാളിറ്റികൾ ഉണ്ടെങ്കിലും അവർക്ക് അഹങ്കാരം അവരുടെ ലൈഫിൽ വന്നു കഴിഞ്ഞാൽ അതോടുകൂടി അവർക്ക് ജീവിതത്തിൽ തൻ്റെ സന്തോഷം ആദ്യം നഷ്ടപ്പെടും. രണ്ടാമത് മറ്റുള്ളവരുടെ മനസ്സിലെ സ്ഥാനം നഷ്ടപ്പെടും. മൂന്നാമത് ജീവിതത്തിലെല്ലാം പതുക്കെ നിഴലുപോലെ അവരിൽ നിന്ന് പിന്നോട്ട് പോകാൻ തുടങ്ങും. അവരുടെ പിന്നാലെ നടക്കുകയായിരിക്കും, പക്ഷെ അവർക്ക് അതുകൊണ്ട് ഒരിക്കലും സന്തോഷിക്കാനും സുഖിക്കാനും സാധ്യമല്ല. അതുകൊണ്ട് അഹങ്കാരം ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശാപമാണ്. ആ അഹങ്കാരത്തെ മാറ്റി നിർത്താൻ വേണ്ടി ശ്രദ്ധിക്കണം. രണ്ടാമത്, നമ്മുടെ ലൈഫിനുള്ളിൽ പബ്ലിക് ലൈഫും ഉണ്ടാവും, പ്രൈവറ്റ് ലൈഫും ഉണ്ടാവും. മീൻസ് പ്രൊഫഷണൽ ലൈഫും ഉണ്ടായിരിക്കും, നമ്മുടെ സ്വന്തമായിരിക്കുന്ന ജീവിതം ഉണ്ടായിരിക്കും. അതിൽ എന്തൊക്കെ ഏറ്റക്കുറച്ചിലുകൾ നമ്മുടെ സ്വന്തം ലൈഫിൽ വന്നാലും അതിൻ്റെയൊക്കെ തന്നെ മുഖം കൊണ്ട് പുറത്തേക്ക് ഒരിക്കലും പോകരുത്. അതായത് പ്രൈവറ്റ് ലൈഫിന് ഒരിക്കലും പബ്ലിക് ലൈഫ് ആവരുത്. വീടിനുള്ളിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അവിടെ കുറച്ച് അസ്വസ്ഥതയായി നമ്മൾ ഇറിറ്റേറ്റഡായി, ആ ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള മൂഡും കൊണ്ട് ഓഫീസിൽ പോയി അവിടെ ആര് ചോദിക്കുമ്പോഴും ഇറിറ്റേറ്റീവ് ആയിരിക്കുന്ന വൈബ്രേഷൻ, ഇറിറ്റേറ്റീവ് ആയിരിക്കുന്ന മൂഡ് കൊണ്ട് അവിടെ ആൻസർ പറഞ്ഞു. കുറച്ച് കഴിയുമ്പോൾ അടുത്ത ആൾ നമ്മളോട് പെരുമാറുന്നത് അങ്ങനെയാവും, കുറച്ചും കൂടി ഇറിറ്റേഷൻ ലെവൽ കൂടും. ഒരു വൈകുന്നേരം ആകുമ്പോഴേക്കും പൊട്ടിത്തെറിക്കുന്ന അവസ്ഥയിലായിരിക്കും തിരിച്ചു വരിക. വീട്ടിൽ വന്ന് കയറും, വീണ്ടും അതിനേക്കാളേറെ ദേഷ്യമായി മാറും. അതുകൊണ്ട് എന്ത് കാര്യം എവിടെ ഫുൾ സ്റ്റോപ്പ് ഇടണോ അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടാനായിട്ട് പഠിക്കണം. ജീവിതത്തിൽ പ്രൈവറ്റ് ലൈഫിൽ ഉണ്ടാവുന്നതായിരിക്കുന്ന ഏറ്റക്കുറച്ചുകളുടെ പേര് പറഞ്ഞുകൊണ്ട് ഒരിക്കലും പ്രൊഫഷണൽ ലൈഫിൽ നമ്മൾ നഷ്ടം ഉണ്ടാക്കരുത്. ഒരുപക്ഷെ ശാരീരികമായ പ്രശ്നങ്ങൾ വന്നേക്കാം, സാമ്പത്തികമായിരിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം, സംബന്ധത്തിനുള്ളിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. ഇതെല്ലാം ഒരു സൈഡാക്കി മാറ്റി നിർത്തിക്കൊണ്ട് തൻ്റെ പ്രൊഫഷണൽ ലൈഫിൽ, തൻ്റെ കരിയറിൽ അഥവാ തൻ്റെ ജോലിയിൽ പൂർണ്ണ സമർപ്പണത്തോടെ ഒരു പ്രഭാവം ഇല്ലാതെ മുന്നോട്ട് പോയാൽ പതുക്കെ ഈ പ്രശ്നങ്ങൾ തന്നെത്താൻ ഇല്ലാതെയാവും. അവിടെ നമുക്ക് ഇമേജ് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അഥവാ അവിടെ നിങ്ങളുടെ പെർഫോമൻസ് വീക്കായി പോയി കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചു പിടിക്കാൻ നിങ്ങൾക്ക് ഒരുപാട് കഷ്ടമായിരിക്കും. അതുകൊണ്ട് പ്രൈവറ്റ് ലൈഫിൻ്റെ കയറ്റിറക്കങ്ങളെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് വെച്ചുകൊണ്ട് നമ്മുടെ പ്രൊഫഷണൽ ലൈഫിനുള്ളിൽ അത് ബാധിക്കാതിരിക്കാൻ വേണ്ടി നന്നായി ശ്രദ്ധിക്കുക തന്നെ വേണം. പിന്നെ ടോക്സിക് ആയിരിക്കുന്ന ആളുകളിൽ നിന്ന് ദൂരെ നിൽക്കുക, അതും നമ്മൾ അവശ്യമായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരിക്കലും നിങ്ങൾക്ക് കൂട്ടുകൂടാൻ പറ്റാത്ത രീതിയിൽ നെഗറ്റീവായിട്ടുള്ള ആളുകളാണെങ്കിൽ അതിന് കുറച്ച് വില കൊടുക്കേണ്ടി വന്നാൽ പോലും അവരിൽ നിന്ന് മാറി നിൽക്കുന്നത് തന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം. അല്ലെങ്കിൽ അധികം വൈകാതെ പാലിനുള്ളിലേക്ക് ഒരു തുള്ളി വിഷം വീണാൽ പോലും ആ പാല് കുടിക്കുന്നവൻ വിഷം തീണ്ടിയവനായിട്ട് മാറും, അതിൻ്റെ രോഗങ്ങൾ അനുഭവിക്കേണ്ടി വരും. ഡയറക്റ്റായിട്ട് വിഷം കഴിച്ചാൽ മരിച്ചു പോവുകയായിരിക്കും. പാലിൽ ഒരു തുള്ളി വിഷം വീണാൽ മരിക്കില്ലായിരിക്കാം, പക്ഷേ ഛർദിയായിട്ടോ ലൂസ് മോഷനായിട്ടോ വയ്യാതെയായിട്ടോ ആരോഗ്യ പ്രശ്നങ്ങളായിട്ട് കൂടെ വരും. ഇഞ്ചായി നമ്മളെ കൊല്ലുമെന്ന് വേറൊരർത്ഥം. അതുകൊണ്ട് 100% നെഗറ്റീവ് പറയുന്ന ടോക്സിക് പേഴ്സൺസ് എന്ന് പറയും, വായ തുറന്ന നെഗറ്റീവേ പറയൂ, മോശമേ പറയൂ, അങ്ങനെയുള്ള ആളുകളുണ്ടെങ്കിൽ അവരിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടോളണം. അതിന് കുറച്ച് നഷ്ടങ്ങൾ സഹിക്കേണ്ടി വന്നാലും സാരമില്ല, ജീവിതം നഷ്ടമാവാതെ രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കുമല്ലോ. പിന്നെ മറ്റൊന്ന്, സ്വന്തം മോശ സ്വഭാവങ്ങളെ നമ്മൾ തന്നെ ടീച്ചറായിക്കൊണ്ട് ഇല്ലാതാക്കണം. അതിനുവേണ്ടി സ്വയം അവനവനെ പണിഷ് ചെയ്താലും കുഴപ്പമില്ല, അവനവനെ ശിക്ഷിച്ചാലും കുഴപ്പമില്ല. നമ്മുടെ ചീത്ത സ്വഭാവങ്ങൾ എന്തോ അതിനെ മാറ്റാനുള്ളതായിരിക്കുന്ന ഹാർഡ് എഫേർട്ട്, നേരത്തെ പറഞ്ഞ എല്ലാ കാര്യത്തിനേക്കാൾ കൂടുതൽ ഹാർഡ് നമുക്ക് എഫേർട്ട് ചെയ്യേണ്ടി വരിക അവനവൻ്റെ പരിവർത്തനത്തിലാണ്. പക്ഷേ ഇവിടെ നിന്ന് തന്നെ തുടങ്ങണം. അതുകൊണ്ട് ആദ്യം അവനവൻ്റെ ചീത്ത ശീലങ്ങൾ ഇല്ലാതാക്കാനുള്ള ഒരു കഠിന പരിശ്രമം നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം. ഈ 5 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ജീവിതയാത്ര ഒരിക്കലും കടുത്ത സംഘർഷങ്ങളിലേക്ക് പോകാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. നിങ്ങൾക്കങ്ങനെ സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.